അമ്മേ, ഈ ചിന്നു എൻ്റെ മുടിക്ക് പിടിച്ച് വലിക്കുവാ. അമ്മിണിക്കുട്ടിയുടെ പിണക്കം കേട്ട് മുറ്റമടിച്ച് നിന്ന ലക്ഷ്മി തിരിഞ്ഞു നോക്കി. ചിന്നുട്ടി, ചേച്ചി പാവല്ലേ, അങ്ങനെ ചെയ്യലേട്ടോ. അവൾ ചെറുതായി കണ്ണുരുട്ടി കാണിച്ചു പറഞ്ഞതും കുഞ്ഞി പെണ്ണും കുഞ്ഞരി പല്ല് കാണിച്ച് ചിരിച്ചു. അവൻ വീണ്ടും തൻ്റെ ജോലിയിലേക്ക് കടന്നു. മക്കൾ വീണ്ടും കളിയും തുടങ്ങി. അവർക്കടുത്തേക്ക് വിവേക് ചായയുമായി വന്നിരുന്നു. എന്തുവാ അച്ചാടെ കുട്ടന്മാര് അടികൂടുവാണോ? അവൻ മക്കളോട് ചോദിച്ചു. അച്ഛേ, ഈ ചിന്നു എൻ്റെ മുടിയിൽ പിടിച്ച് വലിച്ചു. അവൾ അച്ഛനോട് പരാതി പറഞ്ഞു. പിന്നെ അച്ഛനും മക്കളുമായി അത് ചിരിയോടെ നോക്കി തൻ്റെ ജോലികൾ തുടർന്നു ലക്ഷ്മി. ഇടയ്ക്കിടെ അവളെ നോക്കി കണ്ണിറുക്കി കാണിക്കുന്നുണ്ട് വിവേക്. അതിന് തിരികെ കണ്ണുരുട്ടി കാണിക്കുകയും ചെയ്തവൾ. മുറ്റമടിച്ച ശേഷം കൈയും കാലും വൃത്തിയാക്കി അവൾ അവരുടെ അടുത്തേക്ക് നടന്നു. ഇടയ്ക്ക് വെച്ച് അവൾക്ക് എന്തോ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി. അവളെ തന്നെ നോക്കിയിരുന്ന വിവേക് വേഗം അവളുടെ അടുത്തേക്ക് പോയി. ലച്ചു, എന്താടാ, എന്തു പറ്റി? അവൻ അവളെ താങ്ങി പിടിച്ച് തിണ്ണയിലേക്കിരുത്തി. അറിയില്ല വിവേട്ടാ, എന്തോ. അവൾ തളർച്ചയോടെ അവൻ്റെ മേലേക്ക് ചാഞ്ഞു. അമ്മിണി, വേഗം പോയി അച്ചമ്മയോട് വെള്ളം കൊണ്ടുവരാൻ പറയ്, വിവേക് മോളോട് പറഞ്ഞു. അച്ചമ്മേ. അവൾ അകത്തേക്ക് ഓടിപ്പോയി. ദേവകിയമ്മ വേഗം കുറച്ച് വെള്ളവുമായി വന്നു. എന്താ മോളെ, എന്തു പറ്റി? അവർ വെള്ളം അവൾക്ക് കൊടുത്തു. അവൾ കുറച്ച് വെള്ളം കുടിച്ചു. അറിയില്ലമ്മേ. അവരോട് പറയവേ അവൾ വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് കുറച്ചപ്പുറത്തേക്ക് ഓടിപ്പോയി. ദേവകിയമ്മ അവളുടെ ഒപ്പം പോയി. കയ്പ് നിറഞ്ഞ മഞ്ഞ വെള്ളം അവൾ ഛർദ്ദിച്ചു. കുറച്ചു കഴിഞ്ഞ് അല്പം ആശ്വാസം തോന്നി അവൾ വീണ്ടും തിണ്ണയിൽ വന്നിരുന്നു. ദേവകിയമ്മയിൽ ചെറുചിരി തെളിഞ്ഞു. കുളി തെറ്റിയിട്ട് എത്രയായി മോളെ? അവരത് ചോദിച്ചപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി. അവൾ വേഗം വിവേകിനെ നോക്കി. അവിടെ ഒന്നും അറിയാത്ത ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ ഇരിക്കുകയാണവൻ. അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. പറയുമോളെ, എത്രയായി? അവർ വീണ്ടും ചോദിച്ചു. അത് 10-20 ദിവസം കഴിഞ്ഞമ്മേ. ഞാൻ ഓർത്തില്ല, അവളും പറഞ്ഞു. ഹാ, എങ്കിലും ഇത് അത് തന്നെയാണ്. 2 ദിവസം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. ഒരു വാട്ടവും വിളർച്ചയും ഒക്കെ. മക്കൾ വെച്ച് വൈകിക്കാതെ പോയി ഒരു ഡോക്ടറെ കാണ്. അവർ ചിരിയോടെ എണീറ്റ് പോയി. അമ്മ എന്താടി അങ്ങനെ പറഞ്ഞത്? അവൻ ചോദിച്ചു. നിങ്ങൾ പൊട്ടനായിട്ട് അഭിനയിക്കുവാണോ അതോ ശരിക്കും പൊട്ടനാണോ? അവൾ ചോദിച്ചു. നീ കാര്യം പറയില്ല ചോ? അവൻ വീണ്ടും ചോദിച്ചു. എൻ്റെ പൊന്നു വിവിയേട്ടാ, 2 പിള്ളേരുടെ തന്തയാ നിങ്ങൾക്ക്. ഇനിയും മനസ്സിലായില്ലേ എന്താണെന്ന്? അവൾ തിരിച്ചു ചോദിച്ചതും അവൻ ഒന്ന് ആലോചിച്ചു. എന്നിട്ട് അവളെ നോക്കി. കുഴപ്പമായോ? ഹാ, കുഴപ്പമായി എന്നാ തോന്നണേ. എന്തായാലും ഹോസ്പിറ്റലിൽ പോവാം, അവനോട് പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് പോയി. അമ്മയ്ക്ക് എന്താ അച്ഛേ? അമ്മിണിയും ചിന്നുവും അവനോട് ചോദിച്ചു. അതോ, നിങ്ങൾക്ക് കൂടെ കളിക്കാനേ ഒരു വാവ കൂടെ വരാൻ പോവാ, അതാ. അവൻ 2 ആളെയും വാരിയെടുത്തുകൊണ്ട് അകത്തേക്ക് പോയി. ഡോക്ടർ ലക്ഷ്മിയെ പരിശോധിച്ച ശേഷം വിവേകിന് മുന്നിൽ വന്നിരുന്നു. കഴിഞ്ഞ 2 പ്രഗ്നൻസി സമയത്ത് വിവേക് നാട്ടിലുണ്ടായിരുന്നില്ല അല്ലേ? ഡോക്ടർ സ്മിത അവനോട് ചോദിച്ചു. ആ ഡോക്ടർ ഡെലിവറി കഴിഞ്ഞ ശേഷമാണ് വന്നത്. അപ്പോഴേക്കും ലക്ഷ്മി വസ്ത്രം ശരിയാക്കിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. വിവേക് അവളുടെ കയ്യിൽ പിടിച്ചു. അവളും അവനെ നോക്കി ചിരിച്ചു. ഇപ്പോൾ 6 ആഴ്ച ഗ്രോത്ത് ഉണ്ട്. 2 ആഴ്ചയ്ക്ക് ശേഷം ഫസ്റ്റ് സ്കാനിങ് നടത്താം. ഇപ്പോൾ തൽക്കാലം ഞാൻ തരുന്ന വൈറ്റമിൻ ടാബ്ലറ്റ് കഴിച്ചാൽ മതി, പിന്നെ ഫോളിക് ആസിഡും. പിന്നെ ലക്ഷ്മിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ. ഫസ്റ്റ് ട്രൈമസ്റ്റർ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഡോക്ടറുടെ നിർദ്ദേശങ്ങൾക്ക് തലയനക്കി സമ്മതിച്ചു 2 ആളും. യാത്ര പറഞ്ഞു പോകുമ്പോൾ ഡോക്ടർ അവളെയും അവൾ ഡോക്ടറെയും നോക്കി. കാറിലിരിക്കുമ്പോഴും എന്തോ ചിന്തയിലായിരുന്നു അവൾ. എടോ, താൻ എന്താ ഈ ചിന്തിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. മക്കൾക്ക് എന്തെങ്കിലും വാങ്ങണം വിവിയേട്ടാ. അവൻ വേറെ ഒന്നും ചോദിക്കാൻ അനുവദിക്കാതെ അവൾ പറഞ്ഞു. വീട്ടിലെത്തുമ്പോൾ ദേവകിയമ്മയും മക്കളും അവരെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. എന്തായി മോളെ, അത് തന്നെയല്ലേ? കാറിൽ നിന്നും ഇറങ്ങേണ്ട താമസം ദേവകിയമ്മ അവളോട് ചോദിച്ചു. അതെ അമ്മേ, അവളും ചെറുചിരിയോടെ പറഞ്ഞു. ഹാ, ഇത്തവണ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഇതൊരു ഉണ്ണിക്കണ്ണനാവും, എനിക്ക് ഉറപ്പാ. അതുവരെ പുഞ്ചിരിയോടെ ഇരുന്ന ലക്ഷ്മിയുടെ മുഖം ദേവകിയമ്മയുടെ വാക്കുകൾ കൊണ്ട് മങ്ങി. ആണായാലും പെണ്ണായാലും കുഞ്ഞിനൊരു കുഴപ്പവും ഇല്ലാതെ കിട്ടിയാൽ പോരെ അമ്മേ? അവൾ ചോദിച്ചു. ആ, നിനക്ക് അങ്ങനെയൊക്കെ പറയാം. പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ഒരാൺകുഞ്ഞ് തന്നെ വേണം. ഇതെന്തായാലും ആൺകുട്ടിയാ. ദേവകിയമ്മ തീർപ്പെന്നോണം പറഞ്ഞിട്ട് പോയി. വിവേക് അവളുടെ തോളിൽ പിടിച്ചു. അവൾ അവൻ്റെ കൈ തട്ടിമാറ്റി അകത്തേക്ക് പോയി. ഹലോ വിനിയേച്ചി. ലക്ഷ്മി മുറിയിലെത്തിയ പാടെ വിവേകിൻ്റെ സഹോദരി വിനീതയെ വിളിച്ചു. എന്തായി ലച്ചു, കൺഫേം ചെയ്തോ? മറുവശത്ത് നിന്നും ചോദിച്ചു. ആ ചേച്ചി, 1.5 മാസമായി. ലച്ചു, നീ അവനോട് അന്ന് നടന്നതൊന്നും പറഞ്ഞില്ലേ? അവളുടെ ചോദ്യത്തിന് ലക്ഷ്മി മൗനം പാലിച്ചു. ഇല്ല, അന്നത്തെ ഏട്ടൻ്റെ സിറ്റുവേഷൻ, പിന്നെ അതൊന്നും പറയാൻ പറ്റിയില്ല. അവൾ വിഷമത്തോടെ പറഞ്ഞു. സാരമില്ല,
എന്തായാലും സ്മിത ഡോക്ടറോട് സംസാരിക്കട്ടെ, കൂടെയുണ്ട് ഞാൻ, നീ വിഷമിക്കണ്ട. പിന്നെ അമ്മ, വിനീത അവളെ ആശ്വസിപ്പിച്ചു. വന്നപ്പോഴേ തുടങ്ങി ആൺകുഞ്ഞാണെന്ന്. ഞാൻ എന്തു പറയാനാ ചേച്ചി? നീ ഒന്നും കാര്യമാക്കേണ്ട, റിലാക്സ് ആയിരിക്കെ, ഞാൻ വരാം അങ്ങോട്ടേക്ക്. കുറച്ചു നേരത്തെ സംസാരം കഴിഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്തു. ജനലോരം പോയി പുറത്തേക്ക് നോക്കി നിൽക്കെ അവളുടെ വയറിലൂടെ ഒരു കൈ ചുറ്റി വന്നു. അവൻ്റെ നെഞ്ചിലേക്ക് അവളും ചാഞ്ഞു. ദേഷ്യമാണോ എന്നോട്? അവൻ ചോദിച്ചു. എന്തിന്? ഇതിൽ നമ്മൾ രണ്ടുപേർക്കും ഒരുപോലെ ഉത്തരവാദിത്തം ഉള്ളതിനാൽ വിവിയേട്ടനോട് എന്തിനാ ഞാൻ ദേഷ്യം കാണിക്കണ്ടേ? അമ്മ പറഞ്ഞതുപോലെ ഇത് മോനാവും. അവൻ അവളുടെ കഴുത്തിൽ മുഖമമർത്തി. ആരായാലും അവർക്ക് കുഴപ്പമില്ലാതെ കിട്ടണേ എന്ന് പ്രാർത്ഥിക്കൂ. അവൾ അവനെ വിട്ടകന്നു. ആദ്യ 2 തവണ കൂടെയില്ലാത്തതിൻ്റെ എല്ലാ വിഷമവും ഈ സമയം വിവേക് നികത്തി. ഒപ്പം പുട്ടിന് പീര എന്ന പോലെ ഇതാൺകുഞ്ഞാ എന്ന് പറഞ്ഞ് നടപ്പുണ്ട്. മാസങ്ങൾ കടന്നു പോകവേ അവരുടെ പ്രതീക്ഷകളും കൂടി വന്നു. നീ കണ്ടില്ലേ വിവി, അവളുടെ മുഖവും വയറും ഒക്കെ കാണുമ്പോൾ അറിയാം ഇതൊരു ഉണ്ണിക്കണ്ണൻ തന്നെയാണ്. നമുക്ക് ഗുരുവായൂർ കൊണ്ടുപോകണം. ദേവകിയമ്മ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾ പറയും പോലെ പ്രസവിച്ചു തരാൻ അവളെന്താ മെഷീനാണോ? ആ പെണ്ണിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ എപ്പോഴെങ്കിലും? ഇതും പെൺകുട്ടിയാണെങ്കിൽ ആൺകുഞ്ഞുണ്ടാവുന്നതുവരെ പ്രസവിക്കാൻ പറയുമോ നിങ്ങൾ? ഇവർക്കോ ബോധമില്ല. അവരെ നീയും കൂടി പ്രോത്സാഹിപ്പിക്കുവാണോ? ചേച്ചി, അവനും ദേവകിയമ്മയും വിനീതയുടെ പൊട്ടിത്തെറിയിൽ പകച്ചിരിക്കുകയാണ്. നിനക്കൊരു കാര്യം അറിയോ വിവി? അമ്മ ഒരു പക്ഷേ മറന്നതാവും. എന്താ ചേച്ചി? അവൻ അവളുടെ അടുത്തേക്ക് വന്നു. അന്ന് ചിന്നുനെ പ്രസവിക്കാൻ സമയം അവൾക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അമിതമായ ബ്ലീഡിങ്ങും. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ സമയം പ്രസവം നിർത്താൻ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ ഡോക്ടർ സ്മിത അവളോട് പ്രത്യേകം പറഞ്ഞതാണ് ഇനിയൊരു ഗർഭധാരണം അവളുടെ ജീവൻ തന്നെ എടുത്തേക്കാമെന്ന്. ആ സമയത്ത് അനുഭവിച്ച ബുദ്ധിമുട്ട് നിന്നോട് അവൾ അത് പറഞ്ഞില്ലേ? പക്ഷേ ഇപ്പോൾ അവളുടെ ജീവൻ പോലും പണയം വെച്ച് അവൻ സംരക്ഷിക്കാൻ നോക്കുന്നത് 1 അല്ല 2 ജീവനെയാ. ചേച്ചി, വിവേക് ഞെട്ടലോടെ വിളിച്ചു. അതേടാ, ഇരട്ടക്കുട്ടികളാണ് അവൾക്കുള്ളിൽ. ഡോക്ടർ ഞാനും ഒക്കെ ആവുന്നതും അവളോട് പറഞ്ഞതാ ഇത് വേണ്ട എന്ന്. പക്ഷേ സമ്മതിച്ചില്ല. അവൾക്ക് ജീവനുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ഭൂമിയിൽ കൊണ്ടുവരൂ എന്നവൾ വാശി പിടിച്ചു. പലപ്പോഴും ഞങ്ങൾ നന്നായി ഭയന്നിരുന്നു അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന്. പക്ഷെ ഓരോ ഘട്ടത്തിലും അവൾ കാണിച്ച മനസാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇതുവരെ അരുതാത്തതൊന്നും സംഭവിക്കാത്തത്. ഇനി എന്താവുമെന്ന് ഒരു പിടിയില്ല. വിനീത പറഞ്ഞു. ചേച്ചി, എൻ്റെ ലച്ചു, ഞാനിതൊന്നും അറിഞ്ഞില്ല. അവൻ സങ്കടത്തോടെ ഇരുന്നു. ദേവകിയമ്മയും ആകെ വല്ലാത്ത ഒരവസ്ഥയിലാണ്. മരുമകളായല്ല, മകളായി തന്നെയാണ് അവർ അവളെ സ്നേഹിച്ചത്. ഒരു ഉണ്ണിക്കണ്ണൻ വേണമെന്ന ആഗ്രഹമുണ്ട്. എങ്കിലും അതൊന്നും അവർക്ക് അവളോളം വലുതൊന്നും അല്ലായിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ഓരോ നിമിഷവും അവർ അവൾക്കൊപ്പം നിന്നു, തളരാതെ താങ്ങായി. എന്താ ലച്ചു എന്നോടൊന്നും പറയാഞ്ഞത്? അവൻ ചോദിച്ചു. പറഞ്ഞിരുന്നേ ഇതുവരെ ഉണ്ടായിരുന്ന ഈ സന്തോഷം കാണാൻ പറ്റുമായിരുന്നോ എനിക്ക്? മാത്രമല്ല, നമ്മുടെ അമ്മിണിയെയും ചിന്നുനെയും പോലെയല്ലേ അവരും? നമ്മുടെ മക്കളല്ലേ? അവളെ അവൻ നോവാതെ ചേർത്ത് പിടിച്ചു. ഉച്ചയോടെ പെയിൻ തുടങ്ങിയ ലക്ഷ്മിയെ പെട്ടെന്ന് തന്നെ അവർ ഹോസ്പിറ്റലിലെത്തിച്ചു. പുറത്തിരിക്കുന്ന ഓരോ നിമിഷവും തീയിൽ ചവിട്ടിയ പോലെയായിരുന്നു അവർക്ക്. ഇടയ്ക്കിടെ വെപ്രാളം പിടിച്ചോടുന്ന കുറച്ച് നഴ്സുമാർ അവരുടെ ഭയം ഇരട്ടിപ്പിച്ചു. ഒടുവിൽ ആ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഡോക്ടർ സ്മിത ലേബർ റൂമിൻ്റെ വാതിൽ തുറന്നു വന്നു. ഡോക്ടറിൻ്റെ ലച്ചു, എൻ്റെ കുഞ്ഞുങ്ങൾ? വിവേക് ഭയത്തോടെയും സങ്കടത്തോടെയും ചോദിച്ചു. അവർ പിന്നിലേക്ക് നോക്കി. 2 മാലാഖമാർ കയ്യിൽ 2 കുഞ്ഞുങ്ങളുമായി വന്നു. മോളും മോനുമാണ്. 3 മിനിറ്റ് വ്യത്യാസത്തിലാണ് ജനിച്ചത്. കുഞ്ഞുങ്ങളെ അവരെ ഏൽപ്പിച്ച് വിവേകിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ ലച്ചു. അവൾക്കും ദൈവാനുഗ്രഹം കൊണ്ട് ഒരു പ്രശ്നവുമില്ല. സെഡേഷനിലാണ്, കുറച്ച് കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റാം. അവർ പറയുമ്പോഴാണ് അവർക്കെല്ലാം ആശ്വാസമായത്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഡോക്ടർ. അവൻ അവരെ കൈകൂപ്പി വണങ്ങി. നന്ദി എന്നോടല്ല, തൻ്റെ ലച്ചുവിനോട് പറയേ. ഇവരെ വേണമെന്ന അവളിലെ അമ്മയുടെ ശക്തിയാണ് എല്ലാത്തിനും കാരണം. പിന്നെ ദൈവത്തോടും. അവർ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ടുപോയി. റൂമിൽ കുഞ്ഞുങ്ങളെ നോക്കി വേദനകൾ മറന്ന് പുഞ്ചിരിക്കുന്നവളെ വല്ലാത്ത ഒരു ആരാധനയോടെ നോക്കിയവൻ. തൻ്റെ 4 കുഞ്ഞുങ്ങളെയും നെഞ്ചടക്കി പിടിച്ച് കിടക്കുന്നവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ഒരു പ്രണയ ചുംബനം നൽകി അവൻ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.